أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العلي العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു സഫിൻ്റെ അവസാനത്തെ 3 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. യഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിൽക്കും, നിങ്ങൾ അവന് പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ, തോട്ടങ്ങളിൽ, സ്വർഗങ്ങളിൽ. അള്ളാഹു നിങ്ങളെ സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്നുണ്ട് അൽ അൻഹാറു, അരുവികൾ. താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ, സ്വർഗങ്ങളിൽ നിങ്ങളവൻ പ്രവേശിപ്പിക്കും. മസാക്കിന, അതുപോലെ തന്നെ ഭവനങ്ങളിലും. ത്വയ്യിബത്തൻ, ഏറ്റവും നല്ല വീടുകളിൽ നിങ്ങളവൻ പ്രവേശിപ്പിക്കും. ഫീ ജന്നാത്തി അദ്നിൻ, ശാശ്വതമായ സ്വർഗത്തിലുള്ള, എന്നെന്നും നിവസിക്കാൻ പറ്റുന്ന സ്വർഗത്തിലുള്ള ഭവനത്തിൽ നിങ്ങളവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ദാലിക്കൽ ഫൗസുൽ അലീം, അത് വളരെ വലിയ മഹത്തായ വിജയമാകും. വൗഖ്റ, അതിനു പുറമെ തുഹിബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും കൂടി ഉണ്ട്. അള്ളാഹു നൽകും. നസ്റും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വിജയം. വഫത്ഹുൻ ഖരീബ്, അടുത്ത് തന്നെയുള്ള വിജയവും. നസ്റും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം. വഫത്ഹുൻ ഖരീബ്, വളരെ അടുത്തുള്ള വിജയവും. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, കൂനു, നിങ്ങളാവുക, അൻസാർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായികൾ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക. കമാ കാല, പറഞ്ഞ പോലെ, ഈസാ ഇബ്നു മറിയമ, ഈസാ നബി അലൈഹിസ്സലാം ലിൽ ഹവാരിയീന, ഹവാരികളോട്, ഈസാ അലൈഹിസ്സലാം ഹവാരികളോട് പറഞ്ഞതുപോലെ. മൻ അൻസാരി ഇലല്ലാഹ്, മൻ, ആരാണ്, അൻസാരി, സഹായിക്കുന്നവർ, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കുന്നവർ ആരുണ്ട് എന്ന് ഈസാ അലൈഹിസ്സലാം ചോദിക്കേണ്ടായി. ഖാലൽ ഹവാരിയൂന, അപ്പോൾ ഹവാരികൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ള സഹായികളാണ്. ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ള സഹായികളാണ്. ഫആമനത് ത്വായിഫത്തു മിൻ ബനി ഇസ്രായേൽ, ഫആമനത്, അപ്പോൾ വിശ്വസിച്ചു. ത്വായിഫത്തുൻ, ഒരു വിഭാഗം, മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അപ്പോൾ വിശ്വസിച്ചു. വകഫറത് ത്വായിഫ, മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. വകഫറത് ത്വായിഫ, മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. ഫഅയ്യദ്ന, അപ്പോൾ നാം ബലപ്പെടുത്തി, അല്ലദീന ആമനു,
സത്യവിശ്വാസികളെ. അപ്പോൾ നാം സത്യവിശ്വാസികളെ ശക്തിപ്പെടുത്തി അല അത് വിഹിം അവരുടെ ശത്രുക്കൾക്കെതിരായി നാം വിശ്വാസികളെ ശക്തിപ്പെടുത്തി. ഫഅസ്ബഹു ലാഹിരീൻ അങ്ങനെ അവരെല്ലാവരും വിജയിക്കുകയും ചെയ്തു. ഫഅസ്ബഹു അങ്ങനെ അവരായി ലാഹിരീൻ വിജയം വരിച്ചവർ, മികവുറ്റ വിജയികൾ അവരാവുകയും ചെയ്തു. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കച്ചവടത്തെ സംബന്ധിച്ച് പറഞ്ഞു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ധനവും ദേഹവുമൊക്കെ നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. വേദനിപ്പിക്കുന്ന നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കും. അതിനുശേഷം അടുത്ത കാര്യവും കൂടി പറയണം. അത് മാത്രമല്ല, യഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. നിങ്ങൾക്ക് അവൻ പാപങ്ങൾ പുറത്തു തരും. നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക. ആ വാക്യത്തോടു കൂടി തന്നെ അതോടുകൂടി അവൻ എല്ലാ നിലക്കും നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പുറത്തു തരും. പിന്നീട് വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന നിത്യ ആരാമങ്ങളിൽ അവൻ പ്രവേശിപ്പിക്കും. അത്ര സുന്ദരമായ ഭവനങ്ങളിൽ മസാക്കിന ത്വയ്യിബത്തൻ നല്ല മനോഹരമായ വീടുകൾ അവിടെ ഉണ്ട്. ആ വീടുകളിൽ അവർ നിങ്ങളെ പ്രവേശിപ്പിക്കും. ഫീ ജന്നാത്തി അതിൻ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിൽ. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. മാത്രമല്ല താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന വളരെ സുന്ദരമായ ഭവനങ്ങൾ, ശാന്തമായ ഭവനങ്ങൾ, ഒപ്പം തന്നെ ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങളും ഇഷ്ടാനുസരണമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു അവിടെ ശേഖരിച്ച് നിശ്ചയിച്ച് വെച്ചിരിക്കാൻ അതെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകും. അത് മഹത്തായ വിജയമാണ് എന്ന് അള്ളാഹു അവരോട്, അതാണ് മഹത്തായ വിജയമെന്ന് അള്ളാഹു വിശ്വാസികൾക്ക് പറഞ്ഞു തരാൻ. പിന്നീട് വൗഹ്റാ തുഹിബൂനഹ നസ്റും മിനല്ലാഹ് വൗഹ്റാ തുഹിബൂനഹ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അത് നസ്റും മിനല്ലാഹി ഫത്ഹുൻ ഖരീബ്. അന്ന് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് ഞങ്ങൾക്കുള്ള സഹായം എന്ന് പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഞങ്ങളെ ആരാണ് രക്ഷിക്കുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ഞങ്ങൾക്ക് ആരാണ് സഹായി എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്തരവാണ് നസ്റും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം. ഫത്ഹുൻ ഖരീബ്, ഏറ്റവും അടുത്തുള്ള ഫത്ഹും വിജയവും നിങ്ങൾക്കുണ്ട്. അതായത് മക്ക ഫത്ഹാകാൻ പോകുന്നുവെന്നും സത്യവിശ്വാസികൾക്ക് ഇനി ആരെയും ഭയപ്പെടാതെ കാലങ്ങൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇതാ ഇവിടെ തന്നെ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുകൂടി വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത ആയിട്ട് അതുകൂടി പറഞ്ഞേക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ്. അപ്പോൾ വലിയ ഒരു കാര്യം കൂടിയാണ്. കാരണം സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾക്ക് പുറമെ ഈ ലോകത്ത് തന്നെ വിശ്വാസം കൊണ്ട് നേടാനുള്ള വലിയ മഹത്തായ വിജയം, അള്ളാഹിൻ്റെ സഹായം ഇതാ വരാൻ പോകുന്നു എന്നുകൂടി അള്ളാഹു അറിയിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളായി തീരുക. അള്ളാഹുവിൻ്റെ സഹായികൾ, അതായത് സഹായം, നിങ്ങൾ ഏതൊരു സഹായത്തിലാണോ ഉള്ളത് അത് തുടരുക എന്നർത്ഥം. കൂനൂ അൻതും അൻസാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളായി തുടരുക. അത് ഈസാ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളോട് പറഞ്ഞ കാര്യമാണ്. ഹവാരികൾ, സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളായിരുന്നു ഹവാരികൾ. ധോബികളായിരുന്നു, വസ്ത്രമലക്കി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാണ് മിക്ക പണ്ഡിതന്മാരും അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പച്ചപാവങ്ങളായിരുന്നു. കടലോരങ്ങളിൽ അവർ അലക്ക് ജോലി എടുത്തിട്ട്, അതല്ലെങ്കിൽ പുഴയോരങ്ങളിൽ അലക്ക് ജോലി എടുത്തിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ അരപ്പട്ടിണി ആ നിലക്ക് മാറ്റിക്കൊണ്ടിരുന്ന ആൾക്കാർ. പക്ഷേ അവർ മാത്രമാണ് അതൊക്കെ അർദ്ധലിംഗലായ പറ്റ പാവങ്ങളായ ആളുകളാണ് ഈസാ അലൈഹി ഇസ്ലാമിൽ ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചത് തന്നെ. ആ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈസാ അലൈഹി ഇസ്ലാം ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ആരാണ് എനിക്ക് സഹായിക്കാൻ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ നഹ്നു അൻസാറുല്ലാഹ്, ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ സഹായികളായി ഉണ്ടാവും. അങ്ങനെ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്കൊത്ത്
ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് അവർ വരികയുണ്ടായി എന്നർത്ഥം. അങ്ങനെ ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ഒരു വിഭാഗം, അഥവാ ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, മറ്റൊരു വിഭാഗം മാറി നിൽക്കുകയും ചെയ്തു എന്നർത്ഥം. വയ്യതല്ലതിന് അമ്മനു അലാദിഹിം, അങ്ങനെ വിശ്വാസികൾക്ക് അള്ളാഹു കരുത്ത് നൽകി ശത്രുക്കൾക്കെതിരിലായിട്ട് ഫാസ്ബഹുല്ലാഹിരീൻ, അങ്ങനെ അവർ വിജയിക്കുകയും ചെയ്തു. ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷം ഈ ആളുകൾ മൂന്നായി പിരിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകൾ തന്നെ മൂന്നായി പിരിഞ്ഞു. ഒരു വിഭാഗം ഈസാ അലൈഹി ഇസ്ലാം ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പോയി. മറ്റൊരു വിഭാഗം പറഞ്ഞു അല്ല, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു അവർ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമായിരുന്നു എന്ന്. ആ ആളുകളാണ് യഥാർത്ഥ വിജയികൾ. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരിയായ അനുയായികൾ അവരായിരുന്നു. ഓരോ വിഭാഗത്തെയും ഓരോ കൂട്ടം ജനങ്ങളെ പിൻപറ്റി സത്യനിഷേധികളായ രണ്ട് വിഭാഗവും മുസ്ലിം വിഭാഗത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുകയും അവരെ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തു. ഇതായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഒടുവിൽ സത്യവിശ്വാസികൾ അവിശ്വാസികൾക്ക് മേൽ ആധിപത്യം നേടി. അതാണ് വിശ്വസിച്ചവർക്ക് അവരുടെ ശത്രുവിനെതിരെ നാം പിൻബലം നൽകുമെന്നും അങ്ങനെ അവർ മികവുറ്റവരാവുകയും ചെയ്തു എന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവർ വിജയികളായി, അതായത് ഈസാ നബിയെ പിൻപറ്റിയവർ വിജയിച്ചു. ഇസ്രായേലിൽ വിശ്വസിച്ചവർ അവിശ്വസിച്ചവരെ ജയിച്ചടക്കുകയും അങ്ങനെ അവർ ആ മതക്കാരുടെ മേൽ വിജയം വരിച്ചുവെന്നും സുപ്രസിദ്ധരായ വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസി സമൂഹം കുറച്ചൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും ശരി വിജയിച്ച ചരിത്രമാണ് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയും ഈ എല്ലാ ദുർബല വിഭാഗങ്ങളെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.